ഇപ്പോൾ നോർക്ക സിഇഒ അജിത്ത് കോളശ്ശേരി ചേരുന്നു. ശ്രീ അജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരെ തിരിച്ചെത്തിക്കാനും മറ്റും നോർക്ക ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ രാമചന്ദ്രൻ എന്ന ഒരാൾ അവിടെ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ബോഡി എപ്പോഴാണ് തിരികെ എത്തിക്കുക? മറ്റെന്തൊക്കെ കാര്യങ്ങൾ നോർക്ക ഇപ്പോഴവിടെ ചെയ്യുന്നുണ്ട്? ഈ ഭീകരാക്രമണം സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാന്റെ നിർദ്ദേശാനുസരണം നോർക്കയുടെ ഒരു പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ഹെൽപ്പ് ഡെസ്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ 29 ഗ്രൂപ്പുകൾ, കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 29 ഗ്രൂപ്പുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൊത്തം 262 പേരുടെ രജിസ്ട്രേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 262 പേരുണ്ട്. അപ്പം അതിനകത്ത് ഉള്ള ഏകദേശം 4 പേര് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. ഇതാണ് ഇരിക്കുന്നത്. അതോടൊപ്പം കാശ്മീരിൽ സന്ദർശനം നടത്തുന്ന കേരള നിയമസഭാ സമിതി അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. MLA മാരുണ്ട്. അവരെല്ലാം സുരക്ഷിതരാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ കേരളത്തിലെ ജഡ്ജസ് അവിടെ ഉണ്ടായിരുന്നു, ഹൈക്കോടതി ജഡ്ജസ് ഉണ്ട്, അവരും സുരക്ഷിതരാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് പഹൽഗാമില് ആണ് ആക്രമണം നടന്നത്. അവിടെ വെച്ച് മരണപ്പെട്ട എറണാകുളം സ്വദേശി ശ്രീ രാമേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം, എംബാമിംഗ് എല്ലാം കഴിഞ്ഞു. 11:00 എയർ ഇന്ത്യ വിമാനത്തിൽ അത് ഡൽഹി വഴി 7:00 നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമ്പോൾ അത് ഭൗതിക ശരീരം എയർപോർട്ടിൽ വീട്ടിലെത്തിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടവും നോർക്ക റൂട്ട്സും പൂർത്തിയാക്കിയിട്ടുണ്ട്. നോർക്കയുടെ ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഡൽഹിയിൽ എത്തുന്ന മലയാളികൾ, ഇപ്പം കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള കണക്ഷൻ വഴി എത്തുമ്പോൾ ഡൽഹി ഡൽഹിയിലും സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് സാറിന്റെ നേതൃത്വത്തിൽ കേരള ഹൗസിലെ ഓഫീസർമാരും നോർക്കയുടെ ഓഫീസേഴ്സും ഇപ്പം ഡൽഹി എയർപോർട്ടിൽ ഒരു ഹെൽപ്പ് സെന്റർ ഉണ്ട്, കേരള ഹൗസിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പം അവിടെ എത്തുന്നവർക്ക് എയർപോർട്ടിൽ സപ്പോർട്ട് നൽകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നോർക്കയുടെ നേതൃത്വത്തിൽ, കേരള ഹൗസിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ശ്രീ അജിത്ത്, ഇന്നലെ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ നോർക്ക ഇടപെട്ടിരുന്നു. അവിടെ ഹെൽപ്പ് ഡെസ്ക് അടക്കം തുറന്നുകൊണ്ട് ഇവിടെ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് വിവരങ്ങൾ അറിയുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ഇപ്പോൾ ശരിക്കും എത്ര 246 താങ്കൾ പറയുന്നുണ്ട്? അത് കാശ്മീരിൽ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിലോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ? അല്ല, ഞാൻ പറഞ്ഞത് 262 പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനകത്ത് ഞങ്ങളിപ്പം ഈ രജിസ്റ്റർ ചെയ്തവരെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇനി ഒരു 52 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ മാത്രം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരുമായിട്ട് ഞങ്ങള് നോർക്കയുടെ ഹെൽപ്പ് സെന്റർ കോണ്ടാക്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുമായിട്ട് ടച്ച് ഉണ്ട്. അതായത് നോർക്കയുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും നോർക്ക ബന്ധപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടുകളില്ല.